മാളികപ്പുറം സിനിമ പോലെ ഫാന്റസി എലമെന്റ്സ് ഉള്ള ഒരു പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. കള്ളനും ഭഗവതി എന്ന പേര്. ഒരിക്കലും നമുക്ക് മാളികപ്പുറവും അതേപോലെ ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആനയും ആടും വ്യത്യാസമുണ്ട്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സലീം കുമാറിന്റെ ഒരു പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞ സിനിമ കാണാനുള്ള സകല ഇൻട്രസ്റ്റ് അവിടെ പോകും. അതുകൊണ്ട് അത് സ്കിപ്പ്. പിന്നെ ടോക്കൺ നമ്പർ 2 ഓൺ ദ സ്റ്റേജ് നമ്മുടെ അനുശ്രീ വന്നിട്ട് എക്സ്ട്രീം വെറുപ്പിക്കില്ല. നാടകം. സോ നമ്മുടെ പുഷ്പയില് രശ്മിക മന്ദാനി ഇല്ലേ, ഏതോടുത്ത മറ്റു സോപ്പും സാരിയൊക്കെ കൊടുക്കുമ്പോൾ ലെക്സ് സോപ്പ് തേച്ച് കുളിച്ചിട്ട് പോകണില്ലേ, അതേപോലെ തന്നെ മുതലാളിക്ക് കാശ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തപ്പോ രാത്രി വിളിക്കുമ്പോൾ മുല്ലപ്പൂ വെച്ച് കരഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഓട്ടോയിൽ കയറിയപ്പോ പിന്നെ ചിരിയും കളിയൊക്കെ ആയിരുന്നു. സോ ഇന്റർവെലിന്റെ തൊട്ട് മുമ്പാണ് ഭഗവതി വരുന്നത്. സോ ഈ സിനിമയിൽ എല്ലാ സിനിമയും കാണാൻ ഒരു പ്ലോട്ട് ഉണ്ടാവും. ഈ സിനിമയിൽ നമ്മുടെ ഭഗവതിയാണ് പ്ലോട്ട്. മോക്ഷ എന്നാണ് ആ നായിക. ഒരു കിഡിലെ ലുക്കാണ്, പെർഫോമൻസിന് കുറെ കിഡിലെ ലുക്കാണ്. ആ ലുക്കിന് വേണ്ടി നമുക്ക് കാണാം. സോ യൂഷ്വലി വിഷ്ണു കൃഷ്ണന്റെ എല്ലാ പടവും വന്നിട്ട് നമ്മുടെ ടൈറ്റാനിക് പോലെ മുങ്ങി പോണ പടം അതേപോലത്തെ ഒരു പടം തന്നെയാണ്. നമുക്ക് ഭഗവതിക്ക് വേണ്ടി വേണമെങ്കിൽ കാണാം. അത്ര തന്നെ ഉള്ളൂ. വേറെ എനിക്ക് വലിയ ഗംഭീര പടമായിട്ടൊന്നും തോന്നിയില്ല. അവർ സ്മോൾ ഫീൽ ഗുഡ് ഫിലിം പോലെ ഇറക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. ചിലവർക്ക് വർക്കാവും. എനിക്ക് ഭഗവതി വന്നതിന് ശേഷം പിന്നെ കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. അത്ര തന്നെ ഉള്ളൂ സിനിമ. ആമസോൺ പ്രൈമിലാണ് പടം അവൈലബിൾ. വലിയ എക്സ്പെക്ടേഷൻ മാളികപ്പുറം ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. ഇത് OTT റിലീസായിട്ട് കുറെ കാലം, ഇപ്പോഴാണ് OTT ഇറങ്ങുന്നത്. സോ കാണണമെങ്കിൽ കണ്ടു നോക്കാം. ഗോ വിത്ത് മിനിമം. ലാലേട്ടൻ, മമ്മൂക്ക, ബിജു മേനോൻ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി ഇവരെല്ലാവരും അഭിനയിച്ച വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ. MT വാസുദേവൻ നായർക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഇറക്കിയ സീരീസ് ആണ്. C5 സീരീസ് സ്ട്രീം ചെയ്യുന്നത്. ഒരു 9 എപ്പിസോഡിന്റെ ഒരു സീരീസ് ആണ്. ഇതിൽ ചില കഥകളൊക്കെ എനിക്ക് മുമ്പ് കേട്ട ഓർമ്മയുണ്ട്, ചിലതൊന്നും എനിക്ക് അറിയു പോലും ഇല്ല. സോ ഇതിൽ ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ലാലേട്ടന്റെ ഓളവും തീരമാണ്. 1 മണിക്കൂർ എന്തോ ഉണ്ട് ആ എപ്പിസോഡ്. കിഡിലും പെർഫോമൻസ് ആണ് കേട്ടോ ലാലേട്ടൻ. നമുക്ക് ലാലേട്ടന്റെ മുഖത്ത് കുറെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാം. അതേപോലെ നരലിൽ ഈ തടിയൊക്കെ ഒഴുക്ക് വെള്ളത്തിൽ പിടിച്ചിരിക്കില്ല, അതേപോലത്തെ സീൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതിനുശേഷം നമ്മുടെ പാർവതിയുടെ ഒരു എപ്പിസോഡ് ഉണ്ട്, കാഴ്ച. കിഡിലനായിട്ടാണ് പാർവതി അതിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പാർവതിയുടെ എല്ലാ പടവും നമ്മൾ എടുത്തു നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ കണ്ട പാർവതി ആയിരിക്കില്ല അടുത്ത സിനിമയിൽ കാണുന്നത്. ഭയങ്കര സട്ടിലായിട്ട് നല്ല രസത്തിലാണ് ആൾ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡും കാഴ്ചയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ എപ്പിസോഡ് ഉണ്ട്, മമ്മൂക്കയുടെ എപ്പിസോഡ് ഉണ്ട്. സോ ചിലതൊന്നും ചിലവർക്ക് ഇഷ്ടാവില്ല. ഈ സീരീസിൽ എനിക്ക് കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നിയത് എല്ലാ സീരീസിന്റെ ആദ്യം വന്നിട്ട് നമ്മുടെ കമൽഹാസൻ ഇരുന്നിട്ട് ഒരു ബ്രീഫിംഗ് അങ്ങോട്ട് നടത്തുന്നുണ്ട്. കുറച്ച് കേൾക്കുമ്പോൾ അങ്ങോട്ട് വെറുക്കാൻ തുടങ്ങും. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്ന നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സീരീസ് ആണ്. കണ്ടിന്യൂഷനിൽ അങ്ങനെ ഒരു 5-6 മണിക്കൂറുണ്ട് സുഖമായി കണ്ടിരിക്കാവുന്ന സീരീസ് ആണ്. C5 അവൈലബിൾ. എന്റെ പൊന്നണ്ണ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒരു കാലത്ത് ക്വാളിറ്റി സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ ഇപ്പൊ കണ്ടിക്കണ്ട് എല്ലാ ചവറും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പറയുന്നത് വിജയ് ആന്റണിയുടെ പുതിയ സിനിമയെ മഴ പിടിക്കാത്ത മനിതൻ അഥവാ ദ മാൻ ഹു ഹേറ്റ്സ് റെയിൻ ആമസോൺ പ്രൈമിലാണ് ഇപ്പൊ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നമ്മുടെ നായകൻ വന്നിട്ട് ഒരു ഏജന്റ് ആയിരുന്നു. ആൾക്കൊരു ഹോണ്ടഡ് പാസ്റ്റ് ഉണ്ട്. സോ അതൊക്കെ മറക്കാൻ ആൾ ആൻഡമാനിൽ വന്ന് ജീവിക്കുകയാണ്. സോ പിന്നെ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം കാരണം വീണ്ടും പഴയ പോലെ ആവും. പുതിയ കൺസെപ്റ്റ് ആണ്. ഇന്നേ വരെ ഒരു പടത്തിലും വരാത്ത കൺസെപ്റ്റാണ്. 10 ലക്ഷം പടത്തിലേ വന്നിട്ടുള്ളൂ. സാധാരണ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, ശരത് കുമാർ പോലീസ് ഓഫീസർ ആയിട്ട് അല്ലെങ്കിൽ ഏജന്റ് റോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പടം സൂപ്പർ ആയിരിക്കും, മിനിമം ഗ്യാരണ്ടി പടമായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ഇങ്ങോട്ട് പിൻവലിച്ചു. സോ ഈ സിനിമയിൽ വിജയ് ആന്റണി ആസ് യൂഷ്വൽ എല്ലാ പടത്തിലും അഭിനയിക്കുന്ന പോലെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബീഗിള് നായക്കുട്ടി നമ്മുടെ വിജയ് ആന്റണിയും തമ്മിൽ കുറച്ച് സീൻസ് ഉണ്ട്. അത് മാത്രമാണ് ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത്. ക്ലൈമാക്സ് ഒക്കെ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. അവസാനം പാർട്ട് 2 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നേ സഹിക്കാൻ വയ്യ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ക്വാളിറ്റി സിനിമ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. ഇങ്ങേരുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയാൽ എനിക്ക് റോമിയോ പറഞ്ഞ പടമാണ് പിന്നെയും ഒന്ന് ഭേദമാണ് തോന്നിയത്. അത് നമ്മുടെ റബ്നെ ബനാതി ജോഡിയുടെ റീമേക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സമയമൊന്നും പോകില്ല, വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ കാണാൻ ഒരു പടം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോയി കാണാവുന്ന പടമാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും പോയി എന്തായാലും ഇഷ്ടാവാൻ പോകില്ല. സോ ആമസോൺ പ്രൈമിൽ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. ലിറ്റിൽ ഹാർട്ട് സിനിമ എനിക്ക് ഇഷ്ടമാണോ അല്ലേ ചോദിച്ചാൽ ഉർവശി എന്നാണ് എന്റെ ആൻസർ. ഇന്നത്തെ കാലത്ത് നിലപാടുള്ളവരൊക്കെ അങ്ങനെയാണ്. ഇത്ര ചായയാണോ കാപ്പിയാണോ വേണ്ടത് ചോദിച്ചാൽ ഉർവശി എന്ന് പറയും. സോ PSC കൗൺസിലിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നൺ ഓഫ് ദീസിന് വരെ ഉർവശി എന്നൊരു ഓപ്ഷൻ കൊണ്ടുവരാം. ഇതൊരു അഭ്യർത്ഥനയാണ്. സോ ലിറ്റിൽ ഹാർട്ട് സിനിമ ഒരു അച്ഛന്റെയും മകന്റെയും കഥ പറയുന്ന സിനിമയാണ്. നാട്ടിൻപുറത്തെ കഥ പറയുന്ന സിനിമയാണ്. ഷെയ്ൻ നിഗം ഈ സിനിമയത്തെ ഏറ്റവും വലിയൊരു മിസ്കാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ പെർഫോമൻസ് ECG ഗ്രാഫ് പോലെ 1 സെക്കൻഡ് പൊന്തും 1 സെക്കൻഡ് താഴും, 1 സെക്കൻഡ് പൊന്തും 1 സെക്കൻഡ് താഴും. അത് മാസ് കാണിക്കുന്ന ചില സീൻസ് ഉണ്ട്. ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കൈവച്ച മാസാണ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. കണ്ട ശരിക്കും കോമാളിത്തരായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മഹിമാൻ നമ്പ്യാർ, ആള് നമ്മുടെ രശ്മിക മന്ദാനിക്ക് PhD ചെയ്യാന്ന് തോന്നുന്നു. ക്യൂട്ട്നെസ് എങ്ങനെ വാരി വെത്തറാം, എങ്ങനെ നാഷണൽ ക്രഷ് ആവാന്നൊക്കെ. സോ ഇവര് രണ്ടുപേരും ഒരു കോംബോ ഉണ്ട്. വെറുപ്പിക്കൽ പറഞ്ഞാൽ എക്സ്ട്രീം വെറുപ്പിക്കലായിരുന്നു. സോ ബാബുരാജും വേറൊരു ചേച്ചിയും തമ്മിലൊരു കോംബോ ഉണ്ട്. അത് പിന്നെയും നല്ലതായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മുങ്ങാമോണ ടൈറ്റാനിക്കിൽ എന്ത് പെയിന്റ് അടിച്ചിട്ട് എന്താ കാര്യം. അടുത്തത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ. 2 ഡയലോഗ് എന്താ ആൾക്ക് പറയാനുള്ളൂ. പക്ഷെ ഇതില് സബ് ടൈറ്റിൽ ഇല്ലാതെ ആൾ പറയുന്നത് മനസ്സിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷമ്മി തിലകൻ വെറുപ്പിക്കലിന്റെ അടുത്തൊരു എക്സ്ട്രീം ആയിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും ഭയങ്കര പോറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ബിലോ ആവറേജ് സിനിമ ആയിട്ടാണ് തോന്നിയത്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്തത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ വന്നിരുന്ന എല്ലാ സിനിമയും കുറ്റം പറയാണ്, സിനിമ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവണം വെച്ച് നല്ലത് പറയണം എന്നൊക്കെ പറയുന്നവരോട്
ഞാൻ എന്നാ ശരി സിനിമ കാണാൻ പോണതിന് മുമ്പ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു കോഴ്സ് ചെയ്യാം. ഇവിടെ മനുഷ്യ പൈസയും കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് സിനിമ കാണുന്നത് ഇൻഡസ്ട്രി നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എന്റെ എന്റർടൈൻമെന്റ് എന്റെ സ്ട്രെസ് കളയാൻ വേണ്ടിയിട്ടാണ്.